കീം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതേപ്പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതെ, നമ്മുടെ മാർക്കെല്ലാം വന്ന് കേരള റാങ്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് പൊതുവേ വരുന്നൊരു പ്രൊസീജിയറാണ്. ആഫ്റ്റർ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് കീം ഫസ്റ്റ് റൗണ്ടിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. ഏകദേശം ഓൾ ഇന്ത്യ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തൊരു 1 വീക്കിനുള്ളിലാണെന്ന് തോന്നുന്നു അല്ലേ? കീം ഓപ്ഷൻ വിളിക്കുന്നത് ആക്ച്വലി. അതെ. ആക്ച്വലി MBBS BDS മാത്രമാണ് ഫസ്റ്റ് റൗണ്ടിലുള്ളത്. അതായത് വെറ്ററിനറി അതുപോലെ തന്നെ BMS മറ്റു കോഴ്സുകളൊന്നും ഇതിൻ്റെ കൂടെ ഇല്ല. MBBS BDS മാത്രമാണുള്ളത്. അല്ലേ, ഇന്ത്യയിൽ കൗൺസിലിംഗ് പ്രൊസീജിയർ നടക്കുന്നതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് കൗൺസിലിംഗ് നടത്തുന്ന സ്റ്റേറ്റ് ആണ് കേരള. അതെ. നല്ല സ്കോർ ഉണ്ടായിട്ടും എന്താ പറയുന്നത്, നല്ല കോളേജിൽ അല്ലെങ്കിൽ നല്ല കോഴ്സ് ആഗ്രഹിച്ച കോഴ്സ് കിട്ടാത്ത അല്ലെങ്കിൽ ആഗ്രഹിച്ച കോളേജ് കിട്ടാത്ത ഒത്തിരി കുട്ടികളുണ്ട് അല്ലേ, എലിജിബിൾ ആയിട്ട് പോലും കിട്ടാത്ത ഒത്തിരി സ്റ്റുഡൻസ് ഉള്ളത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൊടുക്കുന്നേ ഇല്ല അപ് ടു തേർഡ് റൗണ്ട്. ഇപ്പോൾ MBBS മാത്രം നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഫസ്റ്റ് റൗണ്ടിലൊക്കെ BDS ഓപ്ഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ശരിക്കും? അതൊരു ചോദ്യം തന്നെയാണ്. കാരണം പിന്നീട് അവർക്ക് ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ സ്ട്രേ വേക്കൻസിയിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ സീറ്റ്സ് വേക്കൻ്റ് ഉണ്ടാണെന്ന് ഒരു ഷ്യൂരിറ്റി ഉള്ള കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം അത് വ്യക്തമാക്കി തരുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് BDS എടുക്കാനേ പ്ലാൻ ഇല്ല, MBBS കിട്ടിയില്ലെങ്കിൽ റിപ്പീറ്റിന് പോകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിന് പോകണമെന്നുണ്ടെങ്കിൽ മാത്രം BDS വെക്കാതിരിക്കുക അല്ലാണ്ടിരിക്കുക. അതൊരു ഇൻഡിവിജ്വൽ കേസ് ടു കേസ് ഓരോരുത്തരോട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ പോകാമെന്നുള്ളൊരു ഉറപ്പായിട്ടും തീർച്ചയായിട്ടും വെക്കുകയും വേണം. പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് MBBS പിന്നെ തേർഡ് റൗണ്ട് കഴിഞ്ഞ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കട്ടാവും. സോ അത് ഇൻഡിവിജ്വൽ ഓരോരുത്തരുടെ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവരുടെ സ്കോറും ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കിപ്പോൾ ഈ വീഡിയോ കൂടെ നിങ്ങൾ ഇന്ത്യൻ കോളേജിൽ ആദ്യം വെക്കണം, അങ്ങനെ ഈ കാണുന്ന എല്ലാവരുടെ ഒരു വേഗമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? അതെ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് 1,00,000 പേര് എക്സാം എഴുതിയിട്ടുണ്ട്, 50,000 പേര് റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ 50,000 പേരുടെയും കേസ് ഡിഫറൻ്റ് ആണ്. അതെ, അവരുടെ ബഡ്ജറ്റ് ഡിഫറൻ്റ് ആണ്, അവരുടെ കാസ്റ്റ് ഡിഫറൻ്റ് ആണ്, മാർക്ക് ഡിഫറൻ്റ് ആണ്, സ്ഥലം ഡിഫറൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്കതൊരു വീഡിയോയിൽ കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻഡിവിജ്വലി നമ്മൾ വിളിക്കുന്നവർക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഓപ്ഷൻ സെറ്റ് ചെയ്യേണ്ടത്. ഈ ഓപ്ഷൻ സെറ്റ് ചെയ്യുന്നതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ BDSനെ സംബന്ധിച്ചൊക്കെ ഈ പറഞ്ഞ മുസ്ലിം മൈനോറിറ്റി കോളേജ് ഉണ്ട്, AC ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ഉണ്ട്. ഇതെല്ലാം ഡബിൾ ഓപ്ഷൻസാണ്. ഈ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാണ്ട് സീറ്റ്സ് കിട്ടാണ്ട് പോയവരുണ്ട്. അതുപോലെ SC ST OEC ഫീ കൺസെഷനുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് ഈ പറഞ്ഞ മൈനോറിറ്റി റിസർവേഷൻസിൽ ഉള്ള കോളേജ് ഇട്ട് കഴിഞ്ഞാൽ, ACയിലോ MMലുള്ള കോളേജ് ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ എൻ്റയർ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു കൺസെഷനും കിട്ടാണ്ടായിപ്പോവും. ഫുൾ ഫീസ് അടച്ച് പഠിക്കേണ്ടി വരും. അത് കൃത്യമായിട്ടാന്ന് പറഞ്ഞാൽ ഒരു എക്സ്പേർട്ട് ഗൈഡൻസോടെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞ കീം ഓപ്ഷൻ ഫില്ലിങ്. അതെ, പിന്നെ നിങ്ങളെ സംബന്ധിച്ച് കോളേജിൻ്റെ ക്വാളിറ്റി അറിയത്തില്ല. ചുമ്മാ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും അതിനകത്ത് ഡിസ്പ്ലേ ആകുന്നത്. ആ ആൽഫബറ്റിക് ഓർഡറിൽ ആക്ച്വലി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയുള്ള കോളേജ് എങ്ങനെയോ കിട്ടും. നിങ്ങൾക്ക് എങ്ങനെ സ്കോളർഷിപ്പിൽ അവൈൽ ചെയ്യുക, ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യും. ഡെൻ്റലിനെ സംബന്ധിച്ച് ഒത്തിരി സ്റ്റുഡൻസ് ഈ പറഞ്ഞ പോലെ കോളേജിനെ പറ്റി ഒരു സ്റ്റഡി നടത്താണ്ടാണ് ഓപ്ഷൻ ഫില്ല് ചെയ്യുന്നത്. അത് ആക്ച്വലി MBBS പിന്നെ ആളുകൾ കുറച്ചുകൂടെയൊക്കെ സ്റ്റഡിയാണ്. BDSനെ സംബന്ധിച്ച് ആർക്കൊരു ഐഡിയ ഇല്ല എത്ര കോളേജ് കൊടുക്കണം അല്ല ഒഴിവാക്കേണ്ട കോളേജ് എത്രയൊക്കെയാണ്. ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെ മാർക്ക്, അവരുടെ ബഡ്ജറ്റ്, ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് 6 ലക്ഷത്തിന് പഠിക്കാവുന്ന കോളേജ് ഉണ്ട്, 3 ലക്ഷത്തിൽ താഴെ ബഡ്ജറ്റ് വരുന്ന കോളേജ് നമുക്ക് എടുക്കാൻ പറ്റും. അതെ അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ചില സ്റ്റുഡൻസിന് എന്തായാലും നല്ല കോളേജ് കിട്ടുമെന്ന് ഉറപ്പുള്ളവർ സെക്കൻഡ് റൗണ്ടിലായിരിക്കും ചിലപ്പോൾ കിട്ടുള്ളൂ. പക്ഷേ തീർത്ത് ലോ ഗ്രേഡ് കോളേജ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ കോളേജ് കിട്ടി അവിടുന്ന് ഇതെല്ലാം മേടിച്ച് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം തിരിച്ച് കളക്ട് ചെയ്ത് സെക്കൻഡ് റൗണ്ടിൽ അടുത്ത കോളേജിലൊന്നും നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് മാത്രം വെച്ചാൽ മതി. പക്ഷേ നമുക്ക് കിട്ടാണ്ടായി പോവുകയും ചെയ്യരുത്. അത് കമ്പാരിറ്റീവ്ലി ഗുഡ് സ്കോർ ഉള്ളവർ ഉള്ള കോളേജുകളുടെ എല്ലാം നീണ്ട ലിസ്റ്റ് ഓപ്ഷൻ ലിസ്റ്റിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ സെലക്റ്റീവ് ആയിട്ടൊരു 5, 6 അല്ലെങ്കിൽ 7 കോളേജുകൾ മാത്രം വെക്കുക. അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരിക്കണം. അത് നിങ്ങൾ ലാസ്റ്റ് റാങ്ക് സ്റ്റഡി ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അതെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇപ്പോൾ MBBS വെച്ചെന്ന് ഓർത്ത് നമ്മൾ BDSൻ്റെ ഓപ്ഷൻസ് ഒന്നും നഷ്ടപ്പെടുന്നുമില്ല. അതും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് MBBS ഗവൺമെൻറ് MBBS ഇതെല്ലാം ട്രൈ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു കോളേജ് കിട്ടണമെങ്കിൽ അത് ഫസ്റ്റ് ഓപ്ഷൻ വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റി ആ കോളേജിന് കിട്ടുന്നില്ല. നിങ്ങളുടെ റാങ്കിനാണ് മാറ്റർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓപ്ഷൻ ഫില്ലിംഗ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യം ഒരു ഐഡിയ തരാൻ പറ്റും, ക്ലിയർ പിക്ചർ തരാൻ പറ്റും. ഇൻഡിവിജ്വൽ കേസ് ടു കേസ് ആണ്. അതെ, ഓരോരുത്തരുടെ മാർക്കും കാര്യങ്ങളും ഡിഫറൻ്റ് ആണ്. സോ അതുപോലെ തന്നെ ഓപ്ഷൻ ഫില്ലിങ്ങും ഡിഫറൻ്റ് ആണ്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ് ആക്ച്വലി. അതുപോലെ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ഈ ഓപ്ഷൻ ഏതെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ വിട്ടുവെക്കുന്നത് അപ് ടു തേർഡ് റൗണ്ട് ഇത് ആഡ് ചെയ്യാനൊരു പോസിബിലിറ്റിയെ കേരളത്തിൽ കൊടുക്കുന്നത്. അത് കാരണം ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാൻ. അത് കഴിഞ്ഞ വർഷം ഈ പറയുന്ന പോലെ 400 മാർക്ക് ഉണ്ടായിട്ട് പോലും ലാസ്റ്റ് എടുക്കാൻ നിൽക്കുന്നവർക്ക് സീറ്റ് കിട്ടാതിരുന്നതിൻ്റെ കാര്യം അതാണ്. കേരളത്തിലെ ഏറ്റവും താഴെ കിടക്കുന്ന കോളേജിൽ പോലും 400 മാർക്കുള്ളവർക്ക് സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഡെൻ്റലിന് സീറ്റ് കിട്ടിയില്ലാത്ത ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനൊരു കോംപ്ലിക്കേറ്റഡ് രീതിയിലേക്ക് പോകാണ്ട് കൃത്യമായിട്ടൊരു സിസ്റ്റമാറ്റിക് പ്ലാൻ ചെയ്ത് ഓപ്ഷൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റിലെത്തണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കുറേ പേർക്ക് അബദ്ധം പറ്റും. അത് നമ്മൾ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അതെ തീർച്ചയായിട്ടും. എന്തെങ്കിലും കീം കൗൺസിലിംഗ് ആയിട്ട്, നീറ്റ് ബേസ്ഡ് കീം കൗൺസിലിംഗ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളതിൻ്റെ അകത്ത് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും.
ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു. താങ്ക് യു.